ആലപ്പുഴ ജില്ലയിലെ മണ്ണാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്, അതേപോലെ തന്നെ വടക്കൻ പരവൂര്, നോർത്ത് പരവൂര്, പിന്നെ തൃശ്ശൂര്, വടക്കാഞ്ചേരി തുടങ്ങിയ കൊടുങ്ങല്ലൂര്, ആലുവ തുടങ്ങിയ ഒരുപാട് ഭാഗങ്ങളിൽ ഈ കുറുവ സംഘത്തിന്റെ മോഷണം ഉണ്ടായി. ഇവര് ഈ മോഷ്ടിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂരതയോടുകൂടിയാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോ ഒരു കമ്മല് പിടിച്ചു കൊടുക്കണം, അവര് അത് ഊരിയെടുക്കാനോ തിരിക്കാനോ ഒന്നും ശ്രമിക്കത്തില്ല. അവരിങ്ങി പിടിച്ച് വലിച്ചു പറിക്കും, കാരണം പറഞ്ഞു അത്രയേ ഉള്ളൂ. മോതിരം കയ്യിൽ നിന്ന് സ്വർണ്ണ മോതിരം ഊരാൻ പറ്റുന്നില്ല, വിരലും കൂടി കട്ട് ചെയ്യും. ഇനി വള ഊരാൻ വയ്യ, കൈ കട്ട് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ ആണ് ഇവരുടെ മോഷണം. അവർക്ക് യാതൊരു ദൈന്യതയില്ല, ഒരു കാരുണ്യം അവരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട, ദയം പ്രതീക്ഷിക്കേണ്ട അങ്ങനെയുള്ള സംഘങ്ങളാണ്. അപ്പൊ ഇതില് ഈ അടുത്ത സമയത്ത് ഒരു സന്തോഷ് ശെൽവൻ എന്ന് പറയുന്ന ഒരുത്തനെ അവന്റെ ഒരു കൂട്ടാളിയും കൂടെ അറസ്റ്റ് ചെയ്യാനിടയായി. അത് അറസ്റ്റ് ചെയ്യാനിടയായി നാടോടി സംഘങ്ങൾ തമ്പടിച്ചേക്കുന്ന കൂട്ടത്തിൽ നിന്ന് ആണ് ഇവരെ പിടിച്ചത്. ഇവരെ പിടിച്ചപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. അവരെ ആളുകളെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകളൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുക, ഭയങ്കര ബഹളം ഉണ്ടാക്കുക, അവരെ തടയാൻ ശ്രമിക്കുക പോലീസിനെ. പക്ഷെ പോലീസ് ഈ രണ്ടുപേരെ അതിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ സന്തോഷ് ശെൽവം എന്ന് പറയുന്ന ഒരുത്തൻ ഈ കുറുവ സംഘത്തിലെ അംഗമാണ്. അപ്പൊ അവരെത്തി ചോദിച്ചു, മനസ്സിലാക്കിയത് ആരാണ് നിങ്ങളുടെ നേതാവ്, അവന്റെ കയ്യിൽ നിന്നാണ് ഈ കാട്ടുപൂച്ചനെ കുറിച്ചുള്ള വിവരം കിട്ടുന്നത്. അപ്പോ സന്തോഷ് ശിവൻ ഇപ്പൊ കസ്റ്റഡിയിലാണ്. ഇവര് പോലീസുകാര് വളരെ റിസ്ക് എടുത്താണ് അവിടെ ചെല്ലുന്നത്. രാമനാഥപുരത്ത് ചെന്നു, അന്വേഷിക്കുന്നു, ഇവന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. അവിടുത്തെ പോലീസിന്റെ സഹായത്തോടുകൂടി വളരെ ബുദ്ധിമുട്ടിയാണ് ഇവനെ അറസ്റ്റ് ചെയ്തത്. ഇവനെ പോലീസുകാരെ അറ്റാക്ക് ചെയ്യാനും ഒക്കെ ശ്രമിച്ചു. പക്ഷേ അവരതെല്ലാം മറികടന്ന് പോലീസ് അവനെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ഇപ്പൊ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഓരോ മണ്ണാഞ്ചേരി പോലീസ് അയാളുടെ കസ്റ്റഡി ചോദിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കാൻ പോവാണ്. ഇപ്പൊ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. പോലീസ് കസ്റ്റഡി ചോദിച്ചുകൊണ്ട് കൊടുക്കും. ആ പോലീസ് കസ്റ്റഡിയിൽ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഒരുപാട് വിവരങ്ങൾ കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഈ മോഷണ സംഘങ്ങൾ, ഇനി മോഷണം നടത്തുന്നവന്മാർ, ഇതുപോലെ കവർച്ച നടത്തുന്നവന്മാർക്ക് ഓരോ ഒരു രീതിയുണ്ട്. അവന്മാരെ ആ രീതിയിലേ ചെയ്യുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു വാല് തുറന്ന് കിടക്കുന്നോ ഇല്ലയോ നമ്മൾ നോക്കത്തില്ല. കാരണം അവന് ജനലിന്റെ അഴി പൊക്കി മാറ്റി അത് വളച്ചു മാറ്റി അതിൽ കൂടെ കയറുന്നവനാണെങ്കിൽ അവൻ വാതില് തുറന്ന് കിടപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളവൻ നോക്കത്തില്ല. വാതിൽ തുറക്കാൻ ഇച്ചുകൊണ്ട് എളുപ്പമുണ്ടെങ്കിലും അവൻ അത് ചെയ്യത്തില്ല, അവൻ ഇതേ ചെയ്യുള്ളൂ. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ലോക്ക് ബ്രേക്കിംഗ്, കൂട്ടുപിടിക്കുന്നത്, അത് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ അടുത്ത്. ഒരുത്തൻ തന്നെ പറഞ്ഞ ലോക്ക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് അവൻ അതേ ചെയ്യുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ ലോക്ക് ബ്രേക്കിംഗ് ആണ്. അപ്പോ ഒരു ജയിലിൽ വെച്ച് ഒരിക്കൽ ഒരു ഡെമോൺസ്ട്രേഷൻ എനിക്ക് കിട്ടി ഇതിന്. അപ്പൊ ആ സൂപ്രണ്ട് പറഞ്ഞ്, ഈ സാറേ ഇവൻ ഏത് പൂട്ടും തുറക്കും, ഗോദറേജിന്റെ 8 ലിവറുള്ള പൂട്ട്, വലിയ ഉണ്ടപ്പൂട്ട്, അത് പൂട്ടി ഇവിടെ കൊണ്ടുവച്ചു. പറഞ്ഞ് ഇത് തുറക്കാൻ പറ്റുമെന്ന് അവനെ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പൊ ഞാനിത് കണ്ടോണ്ട് ഞാനിത് പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് പറഞ്ഞു, സാറേ നിങ്ങൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞിരിക്കാൻ പറഞ്ഞു. കാരണം ഇത് നോക്കുന്ന അവനെ ഇതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണാൻ അവന് ഇഷ്ടമല്ല, കാണിക്കാൻ ഇഷ്ടമല്ല. തിരിഞ്ഞു നോക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പൊ പൂട്ട് തുറന്നിരിക്കുന്നു. അതിനുള്ള മാർഗം അവന്റെ കയ്യിലുണ്ട്. അത് അവനെ വായിക്കകത്ത് തന്നെ അവൻ പിന്നോ അതുപോലുള്ള എന്തെങ്കിലും കീപ്പ് ചെയ്യും. അവനറിയാം, അവനെ കൊണ്ടൊക്കെ അത് ചെയ്യാൻ. ഇങ്ങനെയുള്ളവന്മാരുണ്ട്. അവൻ പൂട്ട് തുറക്കത്തേ ഉള്ളൂ. ഇങ്ങനെയുള്ളവന്മാർക്കെതിരെ നമ്മൾ ഈ എത്ര പൂട്ടിട്ട് കൂട്ടിയാൽ വല്ല പ്രയോജനമുണ്ടോ? നമ്മൾ പൂട്ടിയിട്ട് പോകും, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതേ ഉള്ളൂ. ഇതുപോലെ വേറെ ഒരുത്തൻ ആണെന്നുണ്ടെങ്കിൽ ജനലിന്റെ അഴി, ഈ വലിയ അഴിയുടെ ഇടയിൽ കൂടെ വീട്ടിനകത്ത് കയറി ഈ കൊലപ്പെടുത്തിയ ഒരു കേസുണ്ട്. അപ്പോ അതിലെ ആ പ്രതിയോട് ഞാൻ ആ കാര്യമായിട്ട് ചോദിച്ചു. അതൊന്നും ഞാൻ തെളിവിലെടുക്കത്തൊന്നുമില്ല, കാരണം നമുക്ക് പറ്റുന്നതല്ലോ. ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾക്ക് ഇതിൽ കൂടെ കയറാൻ പറ്റുമെന്ന് ചോദിച്ചു. സാറേ അപ്പൊ നോക്കിയപ്പോ ഇയാൾക്ക് നല്ല വണ്ണം ഉള്ളവനാ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് എങ്ങനെ ഇതിൽ കൂടെ കയറാൻ പറ്റും?
സാറേ നമ്മുടെ തല കിടക്കുന്ന എവിടെ ഉണ്ടോ അതിലേക്കൂടെ നമ്മുടെ ശരീരം കിടക്കും. അതാണ് അയാളുടെ പ്രിൻസിപ്പിൾ. എന്നെ പഠിപ്പിച്ചതാണ് അയാള്. എനിക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കി തന്നത് അയാളാണ്. തല കിടക്കുന്നിടത്തോളം നമ്മുടെ ശരീരം കിടക്കും. അതുകൊണ്ടല്ലേ സാറേ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത്? ശരിയെ തലയല്ലേ ആദ്യം പുറത്തോട്ട് വരുന്നേ കുഞ്ഞിന്റെ, അത് കഴിഞ്ഞ് ശരീരം വരും. എങ്ങനെ ആയാലും ഇനി വരും. അതാണ് ആ പ്രിൻസിപ്പിൾ. അതാണ് അയാൾ പറഞ്ഞു തന്നത്. ഇങ്ങനെയുള്ളവന്മാരുണ്ട്. അവര് എല്ലാം ആലോചിച്ചും കണ്ടും എല്ലാം ആണ്, സയന്റിഫിക്കലി ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ കുറുവ സംഘത്തിന്റെ നേതാവ്, ഈ കാട്ടുപൂച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘം, അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുരുഷന്മാരുള്ള വീട് ഒഴിവാക്കും. അവരന്വേഷിക്കുന്ന നടക്കും. അവരന്വേഷിച്ച് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ തെള്ളിക്കൊണ്ട് ആക്രി സാധനം വിളിച്ച് അത് ശേഖരിക്കുന്നു, ഇത് ശേഖരിക്കുന്നു, അത് വില തരാം എന്നൊക്കെ പറഞ്ഞ് ഈ വണ്ടി തെള്ളിക്കൊണ്ട് ഓരോ സ്ഥലത്തൂടെ ഓരോ ഇടവഴികളിലെല്ലാം കയറി ഇറങ്ങുമ്പോൾ അവർ നോക്കുന്ന എന്താണെന്നറിയോ? പുരുഷ സാന്നിധ്യം ഇല്ലാത്ത വീടുകൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് അവർ നോക്കി മനസ്സിലാക്കും. അവർക്കറിയാതെ, അവർ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് അവർക്കത്. കാരണം പല വീടുകളിൽ ഈ ആണുങ്ങൾക്ക് ഗൾഫിലായിരിക്കും പലപ്പോഴും, അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിൽ ജോലിയായിരിക്കും. ഇപ്പൊ സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമുള്ള വീടാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ പിൻവാതിൽ ഒന്നങ്ങ് പൊളിക്കും. രാത്രി ശബ്ദം കേട്ട് ഇവരെ ഇറങ്ങിച്ചെന്നാല് ഇവര് ഉപദ്രവിക്കും ഭയങ്കരമായിട്ട്. അത് കാരണം മിണ്ടത്തില്ല, അവര് ഒന്നും ചെയ്തില്ല. അപ്പൊ ആ രീതിയിലാണ് ഇവർ മോഷണം നടത്തുന്നത്. അത് കുഞ്ഞുങ്ങളും സ്ത്രീകളും മാത്രമുള്ള വീടാണ് ഇയാൾ ടാർഗറ്റ് ചെയ്യുന്ന കാട്ടുപൂച്ച. അപ്പോ ഇയാളെ കൊണ്ട് വേറെ പ്രയോജനം ഉണ്ടായി. കാരണം ഇയാൾ വന്നിട്ട് ഇതുവരെ തൃശ്ശൂര് ഇതുവരെ CCTV ദൃശ്യം കാണിച്ചു. ഇത് ആരാണെന്ന് ഒരുത്തരെ അറിയണം. ഇത് മോഷ്ടാവിന്റെ അങ്ങനെ തിരിച്ച് പറഞ്ഞു കൊടുത്തു. അത് ഇവിടെ ഉള്ള ഒരുത്തം തന്നെയാണ്. ഈ കള്ളന്മാർക്ക് തമ്മിൽ പരസ്പരം നല്ല ബന്ധമാണ്, അറിയാം. പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ അതേപോലുള്ള വിവരം ഇനി ഇയാളെ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും കസ്റ്റഡിയിൽ വാങ്ങി ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ അത് തൃശ്ശൂർക്കാർക്ക് വേണ്ടി വരും, വടക്കാഞ്ചേരിക്കാർക്ക് വേണം, ഈ നോർത്ത് പറവൂർക്കാർക്ക് വേണം, കൊടുങ്ങല്ലൂർക്കാർക്ക്, ആലുവക്കാർക്ക്, ഇവർക്കെല്ലാം ഇയാളെ വേണം കേട്ടോ. വളരെ വിലയുള്ള ഒരു മനുഷ്യനായിട്ട് ഈ കാട്ടുപൂച്ചൻ മാറി. ഏതായാലും വിചിത്രമായ ഒരു പേരാണെങ്കിലും നിങ്ങളെ 4 പേരെ അറിയും കാട്ടുപൂച്ചൻ. കൊള്ളാം, നല്ല പണിയാണ്. ഇനി ഇതിനകത്ത് ഇപ്പോ വേറെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ ഏതൊക്കെ കോടതികാരാവും ഓരോ കേസിന് വലിയ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കള്ളൻ, അവന്റെ പേരിൽ എല്ലാം കൂടെ ഏതാണ്ട് ഒരു 10-100 കേസുണ്ട്. അപ്പൊ അവനെ ഒരു ചെറിയ ഡയറി കീപ്പ് ചെയ്യുക. നിങ്ങളുടെ കേസ് ഇനി മാർച്ച് അത് ഏപ്രിൽ 10-ാം തീയതി വെക്കട്ടെ. ഉടനെ അവൻ ഡയറി നോക്കട്ടെ സാർ, ഡയറി ഇങ്ങോട്ട് എടുക്കും. സോറി, 10-ാം തീയതി ഏപ്രിൽ 10-ന് മണ്ണാർക്കാണ് അടുത്തത്. ഉടനെ എന്നാ 15-ാം തീയതി പോകാനായില്ല. അപ്പം നോക്കി 12 പോകാറ്റില്ല. പിന്നെ എന്നാ ഇനി സമയമുള്ളത് അവൻ നോക്കുമ്പോൾ ഇത്ര അന്ന് കേസൊന്നുമില്ല. ശരി, അന്നത്തേക്ക് നോക്കാം. ഉടനെ അവൻ ഡയറിയിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അവൻ അടുത്ത കോടതി പറയണം. ഇങ്ങനെ നടക്കുന്നവരുണ്ട്. നമുക്ക് കേരളത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, കാണാനുണ്ട്. അപ്പൊ യവന്മാരെ ഒക്കെ ഇതുപോലുള്ളവരുണ്ടല്ലോ, ഈ മോഷണം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഭയമുള്ള ഒരു കാര്യമാണ്. കാര്യം എന്തെന്നറിയോ? രാത്രി നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ വീട്ടില്? യവന്മാരി ആയുധമായിട്ട് ഇങ്ങനെ കറങ്ങിടക്കല്ലേ. വീട്ടിൽ നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി സേഫ്റ്റി ഉണ്ടോ? കിടന്നുറങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് യവന്മാരെ അമർച്ച ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഈ മോഷ്ടാക്കൾ എന്ന് പറയുന്നതിന്റെ സംഭവം എന്ന് പറയുന്നത്, നമ്മൾ രാത്രി ഒരുത്തനെ കണ്ടാൽ ഭയന്നു പോകത്തില്ലേ? ഉറക്കത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഞെട്ടി ഉണരുമ്പോ കഴിച്ച കത്തിയച്ചേക്കാണ്. ഈ മല ഊരി കൊടുക്കാൻ പറയും. എന്ത് ചെയ്യാൻ പറ്റും? ജീവൻ പോകുന്ന പോലെ തുല്യമല്ലേ? അതുപോലെ ഭയക്കത്തില്ലേ? ഈ ട്രോമ എത്ര നാള് നമ്മുടെ ഇത് നിൽക്കുമെന്നറിയാം. വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളവന്മാരെ കൊണ്ട്. അതുകൊണ്ട് ഇവരെ അമർച്ച ചെയ്യേണ്ട അത്യന്താപേക്ഷിതമാണ്. ഇവൻ ഈ കാട്ടുപൂച്ചനെ അറസ്റ്റ് ചെയ്ത കേരള പോലീസിന് എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങളാണ് ഈ സമൂഹത്തിന് രാത്രി കിടന്ന് ഉറങ്ങാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. യഥാർത്ഥം നിങ്ങളാണ്. നിങ്ങൾ ചെയ്ത വലിയൊരു പ്രവൃത്തിയാണിത്. ഇതുമൂലം ഈ സംഘങ്ങൾ ഒതുങ്ങും, അതിൻ്റെ ഒരു ഭാഗമെങ്കിലും ഒതുങ്ങും എന്ന് നമുക്ക് വിശ്വസിക്കാം.